ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഉണ്ണി ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഒന്ന് കാറിൽ കറങ്ങാൻ പോവാ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് പുഴയൊക്കെ നിറഞ്ഞിരിക്കുകയെന്ന് അറിഞ്ഞു. അപ്പോൾ എന്താണ് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഒന്ന് പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു. പക്ഷേ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുഴ, ഭാരതപ്പുഴയാണ്. പ്രളയം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. ദൈവാനുഗ്രഹം കൊണ്ട് വെള്ളമൊക്കെ വേഗം വറ്റിയിരിക്കണം കേട്ടോ. ഇപ്പോൾ വയനാട്ടിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് വരെ തന്നെ ഭാരതപ്പുഴ ഫുള്ള് പാലത്തിൻ്റെ അതുവരെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല കുറഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ആശ്വാസമായി. അല്ലച്ച ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറേണ്ടതാണ്. ഭാരതപ്പുഴ ഭാരതപ്പുഴ സൈഡിലൊരു പാലമുണ്ട്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പൊട്ടി വീണതാണ് കേട്ടോ. പിന്നെ ഈ മഴയത്തും കുറച്ചൊക്കെ പൊട്ടി വീണുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ജംഗ്ഷനാണ്. ഇപ്പം അതിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ മോഡിഫൈ ചെയ്യാണ് കേട്ടോ. വലിയ സ്റ്റേഷൻ ആക്കുന്നുണ്ട് ഒന്നും കൂടി. അപ്പോൾ അതിൻ്റെ പണി നടന്നു. മഴ കാരണം പുറത്തൊന്നും കളിക്കാൻ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞാനും ഉണ്ണി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് തപ്പി നോക്കിയപ്പോഴാണ് കേട്ടോ കപ്പ് നൂഡിൽസ് മേടിച്ച് വെച്ചത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ പൊട്ടിച്ച് വേഗം നോക്കിയപ്പോൾ ഫുൾ മസാല കയ്യിൽ തന്നെ മിക്സ് ആയിട്ടായിരുന്നു. എന്നും ഞങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലും അങ്ങനെ ആവാറില്ല കേട്ടോ. വേവാത്തൊരു ഫീലാണ് ഉണ്ടാവുക. അങ്ങനെ ഞാനും ഉണ്ണിയും ഇങ്ങനെ കാത്തിരുന്നു. അപ്പോഴേക്കും നല്ല ഇരുട്ട് കുത്തി ഇങ്ങനെ മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ 3 മിനിറ്റ് വെക്കണം എന്നാണ് പറയുക. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് വേഗം ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറഞ്ഞ വേഗം ആവും അമ്മ എന്നാണ് ഉണ്ണി പറഞ്ഞത്. പിന്നെ ക്ഷമ കെട്ട് 3 മിനിറ്റ് കഴിഞ്ഞത് ഞങ്ങൾ തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലെ തോന്നിയപ്പോൾ ഒന്നും കൂടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ചെറുതായിട്ട് തലവേദനയ്ക്കുണ്ട്, ഒന്ന് തല മസാജ് ചെയ്ത് തരുമോ പറഞ്ഞപ്പോൾ തല ആകെ തിരിച്ചു വെച്ച് തന്നു എന്ന് കാണിച്ചാൽ പറയാം. അങ്ങനെ അടിച്ചിട്ടും മുടി പിടിച്ച് വലിച്ചിട്ടും തല ആകെ പൊട്ടാറായി. പോണതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ചില സമയത്ത് മാത്രം ഇങ്ങനത്തെ ഓരോ സ്വഭാവമാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ എന്ത് ഞാൻ പറഞ്ഞാലൊക്കെ അനുസരിക്കുകയൊക്കെ ചെയ്യും. പിന്നീട് കൂടെ കളിച്ചിരുന്നപ്പോൾ എനിക്ക് രസഗുള കഴിക്കാൻ തോന്നിയിട്ടോ പെട്ടെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പാലുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് പാല് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇനി വേസ്റ്റ് ആവണ്ട വിചാരിച്ചു. വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. പാലുണ്ടായാൽ മാത്രം മതി, പിന്നെ നാരങ്ങയും വേണം കേട്ടോ. തിളച്ച് വരുമ്പോൾ ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് ഒരു 1/2 നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായിട്ട് പിരിഞ്ഞു വന്നില്ല. അപ്പോൾ ഞാൻ ഒരു 1/2 കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ നീര്.
നോക്കട്ടെ ഉണ്ടാവുക അവസ്ഥ. അപ്പോൾ പിരിഞ്ഞ് വന്നു കേട്ടോ. ഇപ്പോൾ ശരിയായി. ഇപ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ള് ഒഴിക്കണം. ഒരു നാരങ്ങ ഫുള്ള് പിഴിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഹാഫ് പിഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹാഫും കൂടി ചെയ്തപ്പോൾ ഇതാ വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. വേണച്ചൊരു ക്ലോത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാൻ പക്ഷെ ഇങ്ങനെ അരിപ്പയിൽ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ബാക്കി വന്ന വെള്ളം ചിലവർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും കേട്ടോ. ഈ വെള്ളം ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തേലും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിതിനൊരു പാത്രത്തേക്ക് ഇടാം. അതാവുമ്പോഴേക്കും ഇനി നമുക്ക് അടുത്തത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇടാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണ് കേട്ടോ അത്. ഒരു 2-3 സ്പൂൺ മതിയാവും. ഇനി വേണച്ച നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇതിങ്ങനെ സക്സസ് ആയിട്ട് വന്നപ്പോൾ തന്നെ സമാധാനമായി കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നമ്മൾ 2 ഗ്ലാസ് പാലെടുത്തുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. നമ്മളുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 7 എണ്ണം ഉള്ളൂ കേട്ടോ. കഴിക്കാൻ ഒരു പൂതിയായപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര കിട്ടിയുള്ളൂ. കുഴപ്പമില്ല. എനിക്ക് ഉണ്ണിക്ക് മാത്രം കഴിക്കാനുള്ളത് മതി. ഇത് ഇനി നമുക്ക് നമ്മളുടെ ഈ ഇതിലേക്ക് ഇടാം കേട്ടോ. സിറപ്പിക്ക് ഇടാം. ശരിക്കും 1 ഗ്ലാസ് വെള്ളം എടുക്കണ്ടായിരുന്നു. ഞാൻ വെറുതെ അധികം എടുത്തു. അതാ കണ്ടോ, പാല് ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ നാരങ്ങയൊക്കെ ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്, പറയാനൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് മഴയൊക്കെ നിന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങളൊന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വീണ്ടും മഴ വന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി ഉള്ളിൽ കയറാണ്ട് ഇങ്ങനെ ഓടി കളിക്കുകയാണ്. മഴ ഒന്ന് ചാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ ബോൾ എടുത്തിട്ട് വരാം ഇത് പറഞ്ഞിട്ട് മെല്ലെ പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തിരുന്ന് ഉണ്ണിയുടെ നഖമൊക്കെ വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായപ്പോൾ വീണ്ടും നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ. നന്നായി